ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുൽക്കൂട്ടിലേക്കുള്ള പ്രയാണം 9ാമത്തെ ദിനത്തിലെത്തുമ്പോൾ നാം ഓരോരുത്തരും വിളക്കാവുക. ചുറ്റുപാടുമുള്ള വിളക്കിലേക്ക്, വെളിച്ചത്തിലേക്ക് മാത്രം ജീവിതത്തെ ചേർത്ത് വെച്ചാൽ ചിലപ്പോഴൊക്കെ അപ്രതീക്ഷിതമായ അനുഭവങ്ങൾക്ക് മുമ്പിൽ നാം അടിപതറിപ്പോകും. എന്നാൽ ഉള്ളിലൊരു അണയാത്ത വിളക്കിൻ്റെ പ്രഭയുണ്ടെങ്കിൽ, അതിജീവനത്തിൻ്റെ വലിയ സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കുറേയും കൂടെ അനുകൂലവും അനുഗ്രഹീതവുമാവും. ക്രിസ്തു ജീവിതത്തിൻ്റെ പ്രത്യേകത ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞവനാണ്. വിവേകാനന്ദൻ പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്: എൻ്റെ സന്തോഷമില്ലായ്മ ഞാൻ ഉണ്ടാക്കുന്നതാണ് എങ്കിൽ എൻ്റെ സന്തോഷവും എനിക്കുണ്ടാക്കാൻ കഴിയും. സന്തോഷത്തെയും സന്തോഷക്കുറവുകളെയും കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി എനിക്കുണ്ടാകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും അനുകൂല സാഹചര്യത്തിലും ഈ വെളിച്ചത്തിൻ്റെ പ്രഭയുള്ള ജീവിതമായിട്ട് രൂപാന്തരപ്പെടും. അന്ധൻ്റെ കയ്യിലെ വിളക്ക് പോലെ നമുക്കറിയാം, ആരോ കൊടുത്ത വിളക്കുമായിട്ട് അണഞ്ഞിട്ടും അവൻ്റെ യാത്ര തുടർന്നു. തട്ടി വീണപ്പം എന്തുകൊണ്ടെന്നെ തട്ടി വീണു, കയ്യിലെ വിളക്ക് കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പം വഴിയാത്രക്കാരൻ കാഴ്ചയുള്ളവൻ പറഞ്ഞു, വിളക്ക് കെട്ടിട്ട് ദിവസങ്ങളേറെയായി എന്ന്. അന്ധനായതുകൊണ്ട് നിനക്കറിയാത്തതാണ് പ്രശ്നം. നാം ചുറ്റുപാടിലെ വിളക്കിനെ മാത്രം, വെളിച്ചത്തെ മാത്രം ആശ്രയിച്ച് ജീവിച്ചാൽ പുൽക്കൂട്ടിൽ നമുക്ക് ആ പ്രകാശമായ തമ്പുരാനെ കണ്ടുമുട്ടാനാവില്ല. ബുദ്ധൻ മരിക്കുമ്പം ആനന്ദൻ്റെ ഹൃദയം പറഞ്ഞ വാക്കുണ്ട്: ഞങ്ങളുടെ സൂര്യൻ അസ്തമിച്ചിരിക്കും. നെഹ്റുവിൻ്റെ മരണത്തോട് ബന്ധപ്പെടുത്തിയും നെഹ്റു ഗാന്ധിജിയുടെ മരണത്തോട് ബന്ധപ്പെടുത്തിയും ഇത് തന്നെ പറയുന്നുണ്ട്. നാം ഓരോരുത്തരും ചെറു മിന്നാമിനിങ്ങിൻ്റെ നുറങ്ങുവെട്ടമെങ്കിലും കൈമാറുന്ന ഒരു ചുവടായി ഈ 9ാമത്തെ ദിവസത്തിൻ്റെ ചുവടുകളെ രൂപാന്തരപ്പെടുത്താം. അങ്ങനെ പുൽക്കൂട് യാത്ര തെല്ലുകൂടെ പ്രകാശിതമാവട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.